ഫൈൻഡിങ് ഫാക്ട്സ് യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ ദിവസം നമ്മൾ 30 ദിവസത്തിനുള്ളിൽ എങ്ങനെ HSC ഫിസിക്കൽ സയൻസ് ക്രാക്ക് ചെയ്യാമെന്നുള്ള ഒരു വീഡിയോ ചെയ്തിരുന്നു. അതിൽ നമ്മളൊരു ടൈം ടേബിൾ തന്നിരുന്നു. ടൈം ടേബിൾ നമ്മൾ ആദ്യം പറഞ്ഞ ടോപ്പിക്, ആദ്യത്തെ ദിവസത്തെ ടോപ്പിക്ക് ചലനം എന്നുള്ളതായിരുന്നു. ആ വീഡിയോയിൽ തന്നെ നമ്മൾ ഓരോ ദിവസവും വീഡിയോകൾ ഇടും എന്ന് പറഞ്ഞിരുന്നു, ടോപ്പിക്ക് കവർ ചെയ്യാൻ പറ്റുന്ന തരത്തിൽ. അപ്പോൾ നമുക്ക് ഒരു ദിവസം രാത്രി വരെ പഠിച്ചതിന് ശേഷം നമുക്ക് ആ വീഡിയോ കാണാനുമുള്ള സമയം ഉണ്ടാവില്ല എന്നുള്ളത് കൊണ്ട് ഒരു ദിവസത്തെ ടോപ്പിക്കിന്റെ വീഡിയോകൾ അടുത്ത ദിവസമായിട്ടായിരിക്കും ഇടുന്നുണ്ടാവുക. അതുകൊണ്ട് എല്ലാവരും അടുത്ത ദിവസം കഴിഞ്ഞ ദിവസം പഠിച്ചതിന്റെ വീഡിയോസ് ഒന്ന് ജസ്റ്റ് കണ്ടു പോകാൻ ശ്രമിക്കുക. നിങ്ങൾക്ക് എല്ലാ ദിവസവും ഒരു റിവിഷൻ എന്നുള്ള രീതിയിൽ ഉപകാരപ്പെടും. എല്ലാം തന്നെ പറഞ്ഞു പോകുന്നുണ്ട് നമ്മള് ടോപ്പിക്ക് വളരെ ഡീറ്റെയിൽ ആയിട്ട്. റിവിഷൻ അല്ലെങ്കിൽ നിങ്ങൾക്ക് ക്ലാസ് ആയിട്ട് തന്നെയും നിങ്ങൾക്ക് ഈ വീഡിയോ ഉപയോഗിക്കാവുന്നതാണ്. വളരെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പറഞ്ഞു പോകുന്നുണ്ട്. അപ്പോൾ ആദ്യം നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കാൻ പോകുന്നത് ചലനം എന്ന് പറയുന്ന ടോപ്പിക്കിലെ നമ്മൾ പറഞ്ഞിരുന്നു ഈ ഒരു ദിവസം പഠിക്കുന്ന ടോപ്പിക്സ് ചലനം, മോഷൻ, സർക്കുലർ മോഷൻ, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ നമ്മൾ പറഞ്ഞിരുന്നു. അപ്പോൾ അതിൽ ആദ്യത്തെ ടോപ്പിക് എന്ന് പറയുന്നത് ചലനമാണ്. ചെറിയ കാര്യങ്ങൾ, തുടക്കത്തിലുള്ള ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി പോർഷൻ ആണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത്. ആദ്യം ഇന്ന് ഏകദേശം ഒരു 3 വീഡിയോസോളം നമ്മൾ ഈ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. 3 വീഡിയോസും 15 മിനിറ്റ് 20 മിനിറ്റ് ദൈർഘ്യമുള്ള വീഡിയോസ് ആയിരിക്കും. വേഗം തന്നെ നിങ്ങൾക്ക് ഒരു മണിക്കൂറിനുള്ളിൽ കണ്ടു പോകാൻ കഴിയുന്ന തരത്തിലുള്ള വീഡിയോസ് ആയിരിക്കും. നിങ്ങൾ പഠിച്ചതിന് ശേഷം ഈ വീഡിയോസ് ഒന്ന് കാണാൻ വേണ്ടി ശ്രമിക്കുക. നിങ്ങൾക്ക് ഒരു റിവിഷൻ എന്നുള്ള രീതിയിൽ എടുക്കാൻ വേണ്ടി പറ്റും. ഇനി പഠിക്കാത്തവർക്ക് ക്ലാസ് എന്നുള്ള രീതിയിലും എടുക്കാൻ വേണ്ടി പറ്റുന്ന വീഡിയോസ് ആണ് നമ്മൾ ചെയ്യുന്നത്. അപ്പൊ നമുക്ക് തുടങ്ങാമെന്ന് തോന്നുന്നു. ചലനം. ചലനം എന്ന് പറയുന്നത് സമയത്തിനനുസരിച്ച് ഒരു വസ്തുവിന് ഉണ്ടാകുന്ന സ്ഥാനമാറ്റമാണ്. സമയത്തിനനുസരിച്ച് ഒരു വസ്തുവിന്റെ സ്ഥാനം മാറുന്നുണ്ടെങ്കിൽ അതിനെ നമുക്ക് ചലനം എന്ന് പറയാം. ഇനി ചലനം, നിശ്ചലാവസ്ഥ എന്ന് പറഞ്ഞൊരു കോൺസെപ്റ്റ് കൂടെ അവിടെ ഉണ്ട്. ചലനം അല്ലെങ്കിൽ നിശ്ചലാവസ്ഥ. നിശ്ചലാവസ്ഥയെ കുറിച്ച് പഠിക്കുന്ന ഒരു ശാസ്ത്രശാഖയാണ് സ്റ്റാറ്റിക്സ് എന്ന് പറയുന്നത്. ഇനി ചലനാവസ്ഥയെ കുറിച്ച് പഠിക്കുന്ന 2 ശാസ്ത്രശാഖകളുണ്ട്, കൈനമാറ്റിക്സും അതേപോലെ ഡൈനാമിക്സും. ചലനാവസ്ഥയെ കുറിച്ച് പഠിക്കുന്നത് ചലന പഠനം എന്ന് പറയുന്നതാണ് കൈനമാറ്റിക്സ്. കൈനമാറ്റിക്സിൽ അല്ലെങ്കിൽ ചലനപഠനത്തിൽ നമ്മൾ ചലനത്തിന് നിദാനമായ കാരണങ്ങളെ കുറിച്ച് പ്രതിപാദിക്കാതെ ചലനത്തെ വിവരിക്കാനുള്ള മാർഗങ്ങളെ കുറിച്ച് പഠിക്കുന്നു. അതായത് ഇവിടെ ചലനത്തിന് കാരണമായ ബലങ്ങളെ കുറിച്ച് നമ്മൾ പ്രതിപാദിക്കുന്നില്ല. ഒരു ചലനം സംഭവിച്ചു കഴിഞ്ഞാൽ ചലനത്തെ നമുക്ക് എങ്ങനെ പറയാം എന്നുള്ളതിനെ പറ്റിയാണ് നമ്മൾ കൈനമാറ്റിക്സിൽ പഠിക്കുന്നത്. ഇനി ഡൈനാമിക്സിലാണ് നമ്മൾ ചലനത്തിന് കാരണമായ ബലങ്ങളെ കുറിച്ച് പഠിക്കുന്നത്. ചലനത്തിന് നിദാനമായ കാരണങ്ങളെ കുറിച്ച് പ്രതിപാദിക്കുന്നു. അതായത് ചലനത്തിന് കാരണമായ ബലങ്ങളെ കുറിച്ച് നമ്മൾ ഇവിടെ പഠിക്കുന്നു. ഈ 2 കാര്യങ്ങളൊന്ന് ഓർത്ത് വെച്ചാൽ മതി. കൈനമാറ്റിക്സും ഡൈനാമിക്സും ചിലപ്പോൾ ഒരു പക്ഷേ ഡൈനാമിക്സ് കൈനമാറ്റിക്സ് എന്താണെന്നുള്ളത് വൺ വേർഡ് ആയിട്ടൊക്കെ ചോദിച്ചേക്കാം. ഒരു ബേസിക് ഐഡിയ ഉണ്ടായിരുന്നാൽ മതി. എല്ലാവർക്കും അറിയുന്ന കാര്യം തന്നെയാണ്. ഇനി അവലംബക വസ്തു. ഇത് നമ്മൾ 8ാം ക്ലാസ്സിലെ പാഠപുസ്തകത്തിലുള്ള കോൺസെപ്റ്റ് ആണ്. ഒരു വസ്തുവിന്റെ ചലനാവസ്ഥയോ നിശ്ചലാവസ്ഥയോ പ്രതിപാദിക്കാൻ നാം ഏതൊരു വസ്തുവിനെയാണോ അടിസ്ഥാനമാക്കി എടുക്കുന്നത് ആ വസ്തുവാണ് അവലംബക വസ്തു. അവലംബക വസ്തുവിനെ അപേക്ഷിച്ച് ഒരു വസ്തുവിന്റെ സ്ഥാനം മാറുന്നുണ്ടെങ്കിൽ ആ വസ്തു ചലനത്തിലാണ്, സ്ഥാനം മാറുന്നില്ലെങ്കിൽ ആ വസ്തു നിശ്ചലാവസ്ഥയിലാണ്. ഈ ഒരു കോൺസെപ്റ്റിന് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ പലതരം ഉദാഹരണങ്ങൾ നൽകിയിട്ടുണ്ട്. പശുവിന്റെ പുറത്തിരിക്കുന്ന കാക്ക, ബസ്സിലിരിക്കുന്ന കുട്ടി, അങ്ങനെ ഒരുപാട് എക്സാമ്പിൾസ് നൽകിയിട്ടുണ്ട്. എക്സാമ്പിൾസ് നിങ്ങൾക്ക് പറയാൻ പറ്റുന്നുണ്ടോ എന്നുള്ള കാര്യം ടെക്സ്റ്റ് ബുക്ക് കൂടെ ഒന്ന് എടുത്ത് വെച്ച് 8ാം ക്ലാസ്സിലെ പാഠപുസ്തകം കൂടെ ഒന്ന് എടുത്ത് വെച്ച് നോക്കുക. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും. ഒരു വസ്തുവിന്റെ ചലനാവസ്ഥയോ നിശ്ചലാവസ്ഥയോ പ്രതിപാദിക്കാൻ നാം ഏതൊരു വസ്തുവിനെയാണോ അടിസ്ഥാനമാക്കി എടുക്കുന്നത് ആ വസ്തുവാണ് അവലംബക വസ്തു. അവലംബക വസ്തുവിനെ അപേക്ഷിച്ച് ഒരു വസ്തുവിന്റെ സ്ഥാനം മാറുന്നുണ്ടെങ്കിൽ ആ വസ്തു ചലനത്തിലാണ്, സ്ഥാനം മാറുന്നില്ലെങ്കിൽ ആ വസ്തു നിശ്ചലാവസ്ഥയിലാണ്. നിശ്ചലാവസ്ഥയിലുള്ള വസ്തുവിനെ ചലിപ്പിക്കാനും ചലിക്കുന്ന വസ്തുവിനെ നിശ്ചലമാക്കാനും ബലം പ്രയോഗിക്കണം. ഫോഴ്സ് കൊടുത്താൽ മാത്രമേ മൂവ്മെന്റ് ഉണ്ടാവുള്ളൂ. ചലനദിശ മാറ്റുവാനും ചലനവേഗം കൂട്ടുവാനും കുറയ്ക്കുവാനും ബലം പ്രയോഗിക്കുന്നതിലൂടെ സാധിക്കും. ദിശ മാറ്റാൻ സാധിക്കും, ചലനത്തിന്റെ വേഗത കൂട്ടാൻ സാധിക്കും, ചലനത്തിന്റെ വേഗത കുറയ്ക്കാൻ സാധിക്കും. എപ്പോൾ? ബലം പ്രയോഗിക്കുമ്പോൾ. ഇതാണ് നമ്മൾ ഡൈനാമിക്സിൽ പഠിക്കുന്നത്. ബലം പ്രയോഗിക്കുമ്പോൾ എന്താണ് സംഭവിക്കുന്നത് എന്നുള്ള കാര്യം നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് കുറച്ചുകൂടെ മുന്നോട്ടുള്ള വീഡിയോസിൽ കാണുന്നതായിരിക്കും. ഇനി പ്രകൃതിയിലെ ചലനങ്ങൾ ഏതൊക്കെയാണെന്നുള്ളത് ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കുക. ഒരുപാട് ചലനങ്ങളുണ്ട് നമുക്ക് ചുറ്റും. 2-3 എണ്ണമാണ് ഞാൻ ഇവിടെ നൽകിയിട്ടുള്ളത്. ഭൂമിയുടെ ഭ്രമണം, ഭൂമിയുടെ പരിക്രമണം. ഇനി ഒരു ചെറിയൊരു നോളജ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഭൂമധ്യരേഖാ പ്രദേശത്ത് ഭൂമിയുടെ റൊട്ടേഷൻ സ്പീഡ് അല്ലെങ്കിൽ ഭൂമി സ്വയം തിരിയുന്ന വേഗത എന്ന് പറയുന്നത് 1667 km/h ആണ്. ഇനി ഭൂമിയുടെ പരിക്രമണ വേഗത എന്ന് പറയുന്നത് 1,60,000 km/h ആണ്. ഇനി മനുഷ്യ ശരീരത്തിനകത്ത് ചില ചലനങ്ങളുണ്ട്.
രക്തപര്യനം, പേശികളുടെ ചലനം, നാഡീചലനം, ഹൃദയസ്പന്ദനം തുടങ്ങിയ ചലനങ്ങൾ മനുഷ്യ ശരീരത്തിനകത്തെ ചലനങ്ങളാണ്. ഇനി വിവിധ തരം ചലനങ്ങളുണ്ട് അല്ലെ. നമ്മൾ ഒരുപാട് ചലനങ്ങൾ പഠിച്ചിട്ടുണ്ട്. വിവിധ തരം ചലനങ്ങളുണ്ട്. ഏതൊക്കെയാണെന്ന് ജസ്റ്റ് നമുക്കൊന്ന് നോക്കി പോവാം. നേർരേഖാ ചലനം അല്ലെങ്കിൽ ലീനിയർ മോഷൻ. ഒരു വസ്തുവിന് നേർരേഖയിലൂടെ ഉള്ള ചലനം. അതിന് 2 എക്സാമ്പിൾസ് ഉണ്ട്. മാമ്പഴം ഞെട്ടറ്റ് വീഴുന്നത്, ലിഫ്റ്റിന്റെ ചലനം. ഇനി വർത്തുള ചലനം അല്ലെങ്കിൽ സർക്കുലർ മോഷൻ. വൃത്താകാരമായ പാതയിലൂടെയുള്ള ചലനമാണ് വർത്തുള ചലനം. ഉദാഹരണം കയ്യിൽ കിട്ടിയ കല്ല് വട്ടത്തിൽ കറക്കുന്നത്, ചന്ദ്രൻ ഭൂമിയെ ചുറ്റുന്നത്, ഇതൊക്കെ വർത്തുള ചലനമാണ്. ഇനി ഭ്രമണം അഥവാ റൊട്ടേഷൻ. സ്വന്തം അക്ഷത്തെ അടിസ്ഥാനമാക്കിയുള്ള ചലനമാണ് ഭ്രമണം. അതായത് പമ്പരത്തിന്റെ, വാഹനങ്ങളുടെ ചക്രത്തിന്റെ ഒക്കെ ചലനം എന്ന് പറയുന്നത് ഭ്രമണമാണ്. ഇനി പരിക്രമണ ചലനം അഥവാ റെവല്യൂഷൻ. കറങ്ങുന്ന വസ്തുവിന്റെ അക്ഷം വസ്തുവിന് പുറത്തു വരുന്ന ചലനമാണ് പരിക്രമണ ചലനം. കറങ്ങിക്കൊണ്ടിരിക്കുന്ന ഫാനിന്റെ ദളങ്ങളുടെ ചലനം. സൂര്യനെ പ്രദക്ഷിണാണ് കേട്ടോ അവിടെ. ഒരു ചെറിയ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ട്. സൂര്യനെ പ്രദക്ഷിണം ചെയ്തുകൊണ്ടുള്ള ഭൂമിയുടെ വാർഷിക ചലനം. ഇതൊക്കെ എന്തിനാണ്? ഉദാഹരണം പരിക്രമണ ചലനത്തിന് ഉദാഹരണമാണ്. ഇനി ദോലനം അഥവാ ഓസിലേഷൻ. നമ്മൾ പെൻഡുലത്തിന്റെ പ്രാക്ടിക്കൽ എക്സ്പീരിയൻസ് ഒക്കെ നമ്മൾ +2 ചെയ്തിട്ടുണ്ടാകും. ദോലനം എന്ന് പറയുന്നത് ഓസിലേഷൻ ആണ്. ഒരു തുലന സ്ഥാനത്തെ ആസ്പദമാക്കിയുള്ള വസ്തുവിന്റെ ഇരുവശങ്ങളിലേക്കുമുള്ള ചലനമാണ് ദോലനം അഥവാ ഓസിലേഷൻ. ഇനി കമ്പനമുണ്ട് അഥവാ വൈബ്രേഷൻ. ദോലനത്തിന് ഉദാഹരണങ്ങൾ ഏതാണ്? ക്ലോക്കിലെ പെൻഡുലത്തിന്റെ ചലനം, സിമ്പിൾ പെൻഡുലത്തിന്റെ ചലനം, അതേപോലെ ഊഞ്ഞാലിന്റെ ചലനം, ഇതൊക്കെ ദോലനമാണ്. ഇനി കമ്പനം അഥവാ വൈബ്രേഷൻ. ദ്രുതഗതിയിലുള്ള ദോലനങ്ങൾ, ഒരുപാട് ദോലനങ്ങൾ ഒരുമിച്ച് വളരെ വലിയ സ്പീഡിൽ സംഭവിക്കുമ്പോഴാണ് കമ്പനം ഉണ്ടാകുന്നത്. കമ്പനം നമുക്ക് ട്യൂണിംഗ് ഫോർക്കിന്റെ ചലനം പറയാം, വീണയിലെ കമ്പിയുടെ ചലനം പറയാം, ചെണ്ടയുടെ ഡയഫ്രത്തിന്റെ ചലനം പറയാം. ഇതൊക്കെ കമ്പനത്തിന് ഉദാഹരണമാണ്. ഇനി അവലംബകം എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് നമുക്ക് പഠിക്കാനുണ്ട്. എന്താണ് അവലംബകം എന്ന് പറഞ്ഞു കഴിഞ്ഞാല്? XYZ എന്നിങ്ങനെ അക്ഷങ്ങളും ക്ലോക്കും ഉൾപ്പെട്ട വ്യവസ്ഥയാണ് അവലംബകം. XYZ ചേരുന്ന ബിന്ദുവാണ് ഈ അവലംബകത്തിന്റെ മൂലബിന്ദു അഥവാ റെഫറൻസ് പോയിന്റ് അല്ലെങ്കിൽ ഒറിജിൻ എന്ന് പറയുന്നത്. ഒരു വസ്തുവിന്റെ സ്ഥാനം വ്യക്തമാക്കാൻ ഒരു ആധാര ബിന്ദുവും അത് കേന്ദ്രമായി പരസ്പരം ലംബമായ XYZ എന്നീ 3 അക്ഷങ്ങളുള്ള ഒരു നിർദ്ദേശാങ്ക വ്യവസ്ഥ വിഭാവനം ചെയ്യാം. നിർദ്ദേശാങ്ക വ്യവസ്ഥ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കോർഡിനേറ്റ് സിസ്റ്റം ആണ്. 3 അക്ഷങ്ങളും കൂടി ചേരുന്നത് ഒറിജിൻ അല്ലെങ്കിൽ റെഫറൻസ് പോയിന്റ്, മൂലബിന്ദു. നേരത്തെ പറഞ്ഞതാണ്. മൂലബിന്ദു അടിസ്ഥാനമാക്കിയുള്ള നിർദ്ദേശാങ്കങ്ങൾ ഒരു വസ്തുവിന്റെ സ്ഥാനം നിർണ്ണയിക്കുന്നു. ഒന്നുമില്ല, ഇത്രയും കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള വാക്കുകളൊന്നും കണ്ടിട്ട് പേടിച്ചു പോകണ്ട. നമുക്കൊരു വസ്തുവിന്റെ സ്ഥാനം നിർണ്ണയിക്കാൻ നമ്മൾ ഗ്രാഫ് വരയ്ക്കുമ്പോൾ XYZ കോർഡിനേറ്റ്സ് എടുക്കും. അതിന്റെ 3 അക്ഷങ്ങളും കൂടി ചേരുന്ന ബിന്ദുവിനെ നമ്മൾ ഒറിജിൻ പറയും. നമ്മൾ ഗ്രാഫ് വരച്ചിട്ടുള്ളതാണ്. ഇപ്പൊ 3D ഒബ്ജക്റ്റ് ആണെങ്കിൽ അതിന് 3 അക്ഷങ്ങൾ ആവശ്യമാണ്. 2D ആണെങ്കിൽ 2 അക്ഷങ്ങൾ മതി. ഇനി 1D ആണെങ്കിൽ 1 അക്ഷം മതി. അതായത് 1D എന്ന് ഉദ്ദേശിക്കുന്നത് 1 ഡയമെൻഷൻ, അത് ഏകമാനം എന്നാണ് പറയുന്നത്. ഏകമാന ചലനം എന്നാണ് പറയുന്നത്. 2 ഡയമെൻഷണൽ ദ്വിമാന ചലനം, 3 ഡയമെൻഷണൽ എന്ന് പറഞ്ഞാൽ ത്രിമാന ചലനം. അപ്പം അക്ഷങ്ങൾ കൂടുന്നതിനനുസരിച്ച് അതിന് വേണ്ട ഡയമെൻഷൻസ് കൂടുന്നതിനനുസരിച്ച് എടുക്കേണ്ട അക്ഷങ്ങളുടെ എണ്ണവും കൂടും എന്നുള്ളതാണ്. നമ്മൾ ഗ്രാഫ് വരയ്ക്കുന്ന ഒരു കോൺസെപ്റ്റ് ആലോചിച്ചാൽ മതി. അപ്പൊ ഇതിന്റെ കൂടെ ക്ലോക്ക് കൂടെ ഉൾപ്പെടുത്തിയാൽ ഫ്രെയിം ഓഫ് റെഫറൻസ് ആയി. അതായത് നമുക്കൊരു വസ്തുവിന്റെ ചലനം പറയണമെങ്കിൽ ആ വസ്തു ഏത് സമയത്താണ് സഞ്ചരിക്കുന്നതെന്ന് പറയണം അല്ലെ. അപ്പം അവിടെ ഒരു ക്ലോക്ക് കൂടെ നമ്മൾ ഉൾപ്പെടുത്തണം. ക്ലോക്കും ഗ്രാഫും എന്ന് ഓർത്താൽ തന്നെ നമ്മൾ ഫ്രെയിം ഓഫ് റെഫറൻസ് എന്നുള്ള ഒരു കോൺസെപ്റ്റ് നമുക്ക് ക്ലിയർ ആയി. അങ്ങനെ ആലോചിച്ചാൽ മതി. ഓക്കെ. ഇനി നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ ഒരു ചെറിയൊരു പ്രോബ്ലം പോലെ തന്നിട്ടുണ്ട്. ദൂരം, സ്ഥാനാന്തരം എന്നീ കോൺസെപ്റ്റുകളെ പറയാൻ വേണ്ടിയിട്ട് ഒരു പിക്ചർ തന്നിട്ടുണ്ട്. ആ പിക്ചറിലുള്ള ക്വസ്റ്റ്യൻസ് നമുക്കൊന്ന് ആൻസർ ചെയ്ത് നോക്കാം. അവിടെ ഒരു ചിത്രം നിങ്ങൾ കാണുന്നുണ്ടല്ലോ. ഇതിൽ പറയുന്നുണ്ട് സഞ്ചരിച്ച പാതയുടെ ദൂരമാണ് നീളം, സഞ്ചരിച്ച പാതയുടെ നീളമാണ് ദൂരം എന്നുള്ള ഒരു കോൺസെപ്റ്റ് പറയുന്നുണ്ട്. അതിനുശേഷമാണ് കുറച്ച് ക്വസ്റ്റ്യൻസ് തന്നിട്ടുള്ളത്. നമുക്കറിയാം ദൂരം എന്ന് പറയുന്നത് നമ്മൾ എത്ര ദൂരം സഞ്ചരിച്ചു, എത്ര ലെങ്ത് നമ്മൾ സഞ്ചരിച്ചു എന്നുള്ളതാണ് ദൂരം എന്ന് പറയുന്നത്. ഇവിടെ ഒരാൾ ഓഫീസിൽ പോയതിനെ പറ്റിയാണ് പറയുന്നത്. അപ്പൊ അയാൾ ഓഫീസിൽ എത്തിയത് എത്ര ദൂരം സഞ്ചരിച്ചാണ്? ആ 600 + 300 എന്നുള്ള ദൂരം സഞ്ചരിച്ചാണ് അയാൾ ഓഫീസിൽ എത്തിയിട്ടുള്ളത്. അപ്പൊ അയാൾ 900 മീറ്റർ സഞ്ചരിച്ച് ഓഫീസിൽ എത്തി. ഇനി ഓഫീസിൽ നിന്ന് അയാൾ തിരിച്ച് വീട്ടിലേക്ക് എത്തുമ്പോൾ അയാൾ 660 + 420 മീറ്റർ സഞ്ചരിക്കുന്നുണ്ട്. അപ്പൊ എത്ര മീറ്റർ സഞ്ചരിക്കുന്നുണ്ട്? 1080 മീറ്റർ സഞ്ചരിക്കുന്നുണ്ട് അല്ലെ. ഇനി വീടും ഓഫീസും തമ്മിലുള്ള നേർരേഖാ ദൂരം ഇവിടെ തന്നിട്ടുണ്ട്. അത് 480 മീറ്റർ ആണ്. അതൊന്നും ഇവിടെ ചോദിച്ചിട്ടുണ്ട്. ഇനി ഏത് ദിശയിൽ സഞ്ചരിച്ചാലാണ് നേർരേഖാ ദൂരത്തിൽ സഞ്ചരിച്ചാലാണ് അയാൾ ഓഫീസിൽ എത്തുക? ഏത് ദിശയിൽ സഞ്ചരിക്കണം? ഈസ്റ്റിലേക്ക് സഞ്ചരിക്കണം. വടക്കോട്ട് 480 മീറ്റർ നീളത്തിൽ സഞ്ചരിച്ചാൽ
അയാൾ എവിടെയെങ്കിലും എത്തുവോ? അയാള് പിന്നെ വടക്കോട്ട് പോകൂലേ? പറഞ്ഞിട്ട് കാര്യം ഉണ്ടാവില്ല. അതുകൊണ്ട് കിഴക്കോട്ട് സഞ്ചരിക്കണം. അപ്പോ വീട്ടിൽ നിന്നും ഓഫീസിലേക്ക് കിഴക്കോട്ടുള്ള നേർരേഖ ദൂരമായ 480 മീറ്റർ ആണ് അയാൾക്കുണ്ടായ സ്ഥാനാന്തരം എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ സ്ഥാനാന്തരം എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കോൺസെപ്റ്റ് ആണ്. അത് മനസ്സിലാക്കി പോയിട്ടില്ലെങ്കിൽ നമുക്കൊരു പക്ഷെ എന്ത് മനസ്സിലാവില്ല, ഇനി അങ്ങോട്ടുള്ള ഒരു കാര്യവും മനസ്സിലാവില്ല. അപ്പോ ആദ്യ സ്ഥാനത്ത് നിന്നും അന്ത്യസ്ഥാനത്തേക്കുള്ള രേഖീയ ദൂരമാണ് സ്ഥാനാന്തരം. ഇതിന് ദിശയും പരിമാണവും ഉണ്ട്. ഇതിന്റെ യൂണിറ്റ് മീറ്റർ ആണ്. അതായത് ഒരു വസ്തുവിന്റെ അവസാനത്തെ സ്ഥാനവും ആദ്യ സ്ഥാനവും തമ്മിലുള്ള വ്യത്യാസമാണ് സ്ഥാനാന്തരം. ദൂരത്തിന് നമ്മൾ പാദാദൈർഘ്യം എന്ന് കൂടെ പറയണം. അതായത് നമ്മൾ സഞ്ചരിച്ച പാതയുടെ നീളം, അതാണ് പാദാദൈർഘ്യം എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ദൂരത്തിന് നമ്മൾ അങ്ങനെയും പറയാറുണ്ട്. ഇനി രണ്ട് ബിന്ദുക്കൾക്ക് ഇടയിലുള്ള സ്ഥാനാന്തരത്തിന്റെ പരിമാണത്തിന് തുല്യമോ കൂടുതലോ ആയിരിക്കും എപ്പോഴും അവിടുത്തെ പാദാദൈർഘ്യം അല്ലെങ്കിൽ ദൂരം എന്ന് പറയുന്നത്. ഒന്നുകിൽ തുല്യമായിരിക്കും അല്ലെങ്കിൽ കൂടുതലായിരിക്കും. അതായത് സ്ഥാനാന്തരം എപ്പോഴും കുറഞ്ഞിരിക്കും. കാരണം അത് ഒരു സ്ട്രെയിറ്റ് ലൈനിലുള്ള ഒരു ദൈർഘ്യം ആയതുകൊണ്ട് തന്നെ, ഒരു അളവായതുകൊണ്ട് തന്നെ അതിന്റെ നീളം, അതിന്റെ ഒരു അളവ് എന്ന് പറയുന്നത് എപ്പോഴും ദൂരത്തിനെക്കാട്ടിലും കുറവായിരിക്കും സ്ഥാനാന്തരത്തിന്റെ അളവ്, അല്ലെങ്കിൽ തുല്യമായിരിക്കും. അപ്പം ഈ ഒരു കാര്യം, ഈ ഒരു കോൺസെപ്റ്റ് നിങ്ങൾ ഓർത്ത് വെച്ചിരുന്നാൽ മതി. ഇനി അടുത്തത് നേർരേഖാ സമചലനം അല്ലെങ്കിൽ യൂണിഫോം മോഷൻ എന്ന് പറയുന്ന കോൺസെപ്റ്റ് ആണ്. ഒരു വസ്തു നേർരേഖയിൽ സമചലനത്തിലാണ് എന്ന് പറയണമെങ്കിൽ അതിന്റെ സ്ഥാനാന്തരം തുല്യ സമയ ഇടവേളകളിൽ തുല്യമായിരിക്കണം. അല്ലെങ്കിൽ ചലനത്തെ എന്താണ് പറയുന്നത്? അസമചലനം എന്നാണ്. അതായത് തുല്യ സമയ ഇടവേളകളിൽ ഒരു വ്യക്തി തുല്യ ദൂരമാണ് സഞ്ചരിക്കുന്നതെങ്കിൽ മാത്രമേ അതിനെ എന്ത് പറയുള്ളൂ? നേർരേഖാ ചലനം അല്ലെങ്കിൽ സമചലനം എന്ന് പറയുള്ളൂ. നേർരേഖാ സമചലനം എന്ന് പറയുള്ളൂ. സ്ഥാനാന്തരം തുല്യ സമയ ഇടവേളകളിൽ തുല്യമായിരിക്കണം. അതായത് ഇപ്പൊ 1 കിലോമീറ്റർ ആണ് സ്ഥാനാന്തരമെങ്കിൽ അടുത്ത 1 കിലോമീറ്ററിലും അയാൾ കവർ ചെയ്യുന്നത് 1 കിലോമീറ്ററിൽ ആദ്യത്തെ 1 കിലോമീറ്റർ അയാൾ 1 മണിക്കൂർ കൊണ്ട് കവർ ചെയ്തെങ്കിൽ അടുത്ത 1 കിലോമീറ്ററും അയാൾ 1 മണിക്കൂർ കൊണ്ട് തന്നെ കവർ ചെയ്യണം. അതാണ് നേർരേഖാ സമചലനം എന്ന് പറയുന്ന കോൺസെപ്റ്റ്. ഒരു വസ്തു സഞ്ചരിക്കുന്നത് നേർരേഖയിലൂടെ ഒരേ ദിശയിലായിരിക്കുമ്പോൾ അതിന്റെ ദൂരത്തിന്റെയും സ്ഥാനാന്തരത്തിന്റെയും അളവുകൾ തുല്യമായിരിക്കും. അതാണ് നമ്മൾ നേരത്തെ കണ്ടത്. ഇവിടെ 48 മീറ്റർ എന്ന് പറയുന്ന ഒരു നേർരേഖാ ദൂരം നമുക്ക് ഒരാൾക്ക് വീട്ടിൽ നിന്ന് ഓഫീസ് വരെ ഉണ്ട്. അപ്പൊ അവിടെയുള്ള പാദദൈർഘ്യം എന്താണ്? 480 മീറ്റർ തന്നെയാണ്. അവിടെയുള്ള സ്ഥാനാന്തരം എന്താണ്? 480 മീറ്റർ തന്നെയാണ്. അതാണ് ഇവിടെ പറയുന്നത്. ഒരു വസ്തു സഞ്ചരിക്കുന്ന നേർരേഖയിലൂടെ ഒരേ ദിശയിലായിരിക്കുമ്പോൾ അതിന്റെ ദൂരത്തിന്റെയും സ്ഥാനാന്തരത്തിന്റെയും അളവുകൾ തുല്യമായിരിക്കും എന്ന് പറയുന്നത്. ഇനി സ്ഥാനാന്തരം പ്രസ്താവിക്കുമ്പോൾ സഞ്ചരിച്ച ദൂരത്തിന്റെ പരിമാണത്തോടൊപ്പം ദിശയും കൂടെ സൂചിപ്പിച്ചാൽ മാത്രമേ അത് പൂർണ്ണമാവുകയുള്ളൂ. നേരത്തെ നമ്മൾ കണ്ടു കിഴക്കോട്ട് ആണ് സഞ്ചരിക്കേണ്ടത് എന്ന് നമ്മൾ പറയണം. ഇത്തരത്തിൽ പരിമാണത്തോടൊപ്പം ദിശ കൂടി പ്രസ്താവിക്കേണ്ടി വരുന്ന ഭൗതിക അളവുകളെ സദിശ അളവുകൾ അല്ലെങ്കിൽ വെക്ടർ ക്വാണ്ടിറ്റീസ് എന്ന് പറയും. അങ്ങനെ ദിശ പ്രസ്താവിക്കേണ്ടി വരുന്ന സമയങ്ങളിൽ അങ്ങനെയുള്ള അളവുകളെയാണ് നമ്മൾ വെക്ടർ ക്വാണ്ടിറ്റീസ് എന്ന് പറയുന്നത്. ഇനി ദിശ പ്രസ്താവിക്കേണ്ടതില്ലാത്ത ഭൗതിക അളവുകൾ എന്ത് പറയും? അദിശ അളവുകൾ അല്ലെങ്കിൽ സ്കേലാർ ക്വാണ്ടിറ്റീസ് എന്ന് പറയും. ഇനി യൂണിറ്റ് സമയം കൊണ്ട് സഞ്ചരിച്ച ദൂരമാണ് വേഗം. അതായത് ദൂരം ബൈ സമയമാണ് വേഗം. ഇനി യൂണിറ്റ് സമയത്തിലുണ്ടായ സ്ഥാനാന്തരമാണ് പ്രവേഗം. അതായത് സ്ഥാനാന്തരം ബൈ സമയമാണ് പ്രവേഗം. ചലനത്തിലുള്ള ഒരു വസ്തു തുല്യ സമയ ഇടവേളകളിൽ തുല്യ ദൂരമാണ് സഞ്ചരിക്കുന്നതെങ്കിൽ ആ വസ്തുവിന്റെ വേഗം സമവേഗമാണ്. എന്നാൽ തുല്യ സമയ ഇടവേളകളിൽ തുല്യ ദൂരം അല്ല സഞ്ചരിക്കുന്നതെങ്കിൽ ആ വസ്തുവിന്റെ വേഗം അസമവേഗമാണ്. നേരത്തെ പറഞ്ഞ സമചലനം പോലെ തന്നെയുള്ള കോൺസെപ്റ്റ് ആണ്. ഒരു വസ്തു തുല്യ സമയ ഇടവേളകളിൽ തുല്യ ദൂരം സഞ്ചരിക്കുന്നുണ്ടെങ്കിൽ ആ വസ്തുവിന്റെ വേഗത എന്ന് പറയുന്നത് സമവേഗതയാണ്. ഇനി തുല്യ ദൂരം അല്ല സഞ്ചരിക്കുന്നുണ്ടെങ്കിൽ അസമവേഗമാണ് എന്നുള്ള കാര്യം കൂടി ഒന്ന് ആലോചിച്ച് വെക്കുക. ഇനി ഒരു വസ്തുവിന്റെ ചലന ദിശ മാറിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ ആ വസ്തുവിന്റെ പ്രവേഗവും മാറിക്കൊണ്ടിരിക്കും. ഒരു വസ്തുവിന്റെ ചലന ദിശ മാറിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ ആ വസ്തുവിന്റെ പ്രവേഗവും എന്ത് ചെയ്യും? മാറിക്കൊണ്ടേയിരിക്കും. അതായത് നേരത്തെ നമ്മൾ ദിശയുടെ കാര്യം പറഞ്ഞിരുന്നു. കിഴക്കോട്ടേക്കോ വടക്കോട്ടേക്കോ ഒക്കെ പോകുമ്പോൾ അതിന്റെ പ്രവേഗത്തിൽ മാറ്റം ഉണ്ടാവും. പ്രവേഗം എന്ന് പറയുന്നത് ഒരു സദിശ അളവാണ്, ഒരു വെക്ടർ ക്വാണ്ടിറ്റി ആണ്. അത് ദിശയെ അടിസ്ഥാനമാക്കിയിട്ട് എപ്പോഴും മാറിക്കൊണ്ടിരിക്കും. ഒരു വസ്തുവിന്റെ സ്ഥാനാന്തരത്തിന്റെ അളവ് തുല്യ സമയ ഇടവേളകളിൽ തുല്യമായിരിക്കുകയും ഒരേ ദിശയിൽ സഞ്ചരിക്കുകയും ചെയ്യുമ്പോഴാണ് ആ വസ്തു സമപ്രവേഗത്തിലാവുന്നത്. അതായത് സമവേഗതയിൽ നിന്ന് സമപ്രവേഗത്തിലുള്ള മാറ്റം എന്താണ്? സ്ഥാനാന്തരത്തിന്റെ അളവ് തുല്യ സമയ ഇടവേളകളിൽ തുല്യമായിരിക്കണം. നേരത്തെ സമവേഗതയുടെ കാര്യം പറഞ്ഞ പോലെ തന്നെ അതേസമയം ഒരേ ദിശയിൽ സഞ്ചരിക്കുകയും വേണം. അങ്ങനെയെങ്കിൽ മാത്രമേ ആ വസ്തു സമപ്രവേഗത്തിലാണ് എന്ന് നമുക്ക് പറയാൻ വേണ്ടി കഴിയൂ.
ഇനി അടുത്ത കോൺസെപ്റ്റ് എന്ന് പറയുന്നത് ത്വരണമാണ്. ത്വരണം അഥവാ ആക്സിലറേഷൻ. പ്രവേഗമാറ്റത്തിന്റെ നിരക്കാണ് ത്വരണം. ത്വരണം എന്ന് പറയുന്നത് പ്രവേഗമാറ്റം ബൈ സമയമാണ്. അതായത് a is equal to v minus u by t ആണ് ത്വരണം എന്ന് പറയുന്നത്. v എന്ന് പറയുന്നത് അന്ത്യപ്രവേഗം, u എന്ന് പറയുന്നത് ആദ്യപ്രവേഗം. അപ്പം ആക്സിലറേഷൻ a is equal to v minus u by t ആണ്. ഇനി ത്വരണം എന്ന് പറയുന്നത് ഒരു സദിശ അളവാണ്. ഇനി നെഗറ്റീവ് ത്വരണം എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് ഉണ്ട്. അതിന് നമ്മൾ മന്ദീകരണം, ഡീസലറേഷൻ അല്ലെങ്കിൽ റിട്ടാർഡേഷൻ എന്നൊക്കെ പറയാറുണ്ട്. അതിനെ നമുക്ക് ഉദാഹരണമായിട്ട് പന്ത് മുകളിലോട്ട് ഉരുട്ടി വിടുന്നതൊക്കെ എക്സാമ്പിൾ ആയിട്ട് എടുക്കാം. ഇനി ഒരു സമയ ഇടവേളയിലെ ശരാശരി ത്വരണത്തെ നമ്മൾ ആവറേജ് ആക്സിലറേഷൻ എന്ന് പറയും. ഡെൽറ്റ വി ബൈ ഡെൽറ്റ ടി എന്ന് പറയും. അതായത് പ്രവേഗ മാറ്റം ബൈ സമയ ഇടവേള. ഇത് നമുക്ക് +1 ടെക്സ്റ്റ് ബുക്കിൽ തന്നിട്ടുണ്ട്. അതായത് ആവറേജ് ആക്സിലറേഷൻ a bar over a time interval is defined as a change of velocity divided by the time interval. ആക്സിലറേഷൻ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് v2 minus v1 by t2 minus t1 എടുത്തു. v2 minus v1 നമുക്ക് ഡെൽറ്റ v എന്ന് എഴുതാം. t2 minus t1 നമുക്ക് ഡെൽറ്റ t എന്ന് എഴുതാം. അതാണ് ആവറേജ് ആക്സിലറേഷൻ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത്. ഇൻസ്റ്റന്റേനിയസ് ആക്സിലറേഷൻ അല്ലെങ്കിൽ തൽക്ഷണ ത്വരണം എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് ഉണ്ട്. സമയ ഇടവേള വളരെ ചെറുതാകുമ്പോഴുള്ള ശരാശരി ത്വരണ പരിധിയാണ് നമ്മൾ തൽക്ഷണ ത്വരണം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഇൻസ്റ്റന്റേനിയസ് ആക്സിലറേഷൻ എന്ന് പറയുന്നത്. സമയ ഇടവേള വളരെ ചെറുതാകുമ്പോഴുള്ള ശരാശരി ത്വരണ പരിധി, അതാണ് തൽക്ഷണ ത്വരണം. ഇൻസ്റ്റന്റേനിയസ് ആക്സിലറേഷന്റെ മലയാളം തൽക്ഷണ ത്വരണം എന്നാണ്. അത് ഓർത്ത് വെക്കുക. ഇനി അതിന്റെ ഇക്വേഷൻ അവിടെ തന്നിട്ടുണ്ട്. a is equal to instantaneous acceleration a is equal to limit delta t tends to 0 delta v by delta t is equal to dv by dt എന്നുള്ള ഇക്വേഷൻ കൂടി ഓർത്ത് വെക്കുക. ഓക്കെ ആണല്ലോ. ഇനി ഇൻസ്റ്റന്റേനിയസ് വെലോസിറ്റി ആണെങ്കിലോ x2 x1 പൊസിഷൻ വെച്ച് ഇൻസ്റ്റന്റേനിയസ് വെലോസിറ്റി പറയുന്ന സമയത്ത് വളരെ ഈസി ആയിട്ട് നമുക്കത് ഡെൽറ്റ എക്സ് ബൈ ഡെൽറ്റ ടി എന്ന് കിട്ടും. അതുകൂടെ ഒന്ന് ഓർത്ത് വെക്കുക. അപ്പൊ ഇത്രയാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പറയുന്നത്. ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. അടുത്ത വീഡിയോയിൽ നമ്മൾ മെയിൻ ആയിട്ട് ഗ്രാഫുകളാണ് പറയുന്നത്. നമുക്ക് ഒരുപാട് ഗ്രാഫ് പഠിക്കാനുണ്ട്. അപ്പൊ അത് മറ്റൊരു വീഡിയോന്റെ ഉള്ളിൽ നമുക്ക് ചെയ്യാൻ പറ്റില്ല. വീഡിയോസ്, ഗ്രാഫിന്റെ വീഡിയോ ഒരു സിംഗിൾ വീഡിയോ ആയിട്ട് തന്നെ ചെയ്യാമെന്നാണ് ഉദ്ദേശിക്കുന്നത്. അപ്പൊ അടുത്ത വീഡിയോ നമ്മൾ ഗ്രാഫുമായിട്ട് വരും. അപ്പൊ എല്ലാവരും ഈ വീഡിയോ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമന്റ്സിൽ രേഖപ്പെടുത്തുക. നിങ്ങൾക്ക് ഇതിന്റെ നോട്ട്സ് ആവശ്യമെങ്കിൽ നിങ്ങൾ യെസ് എന്ന് കമന്റ് ചെയ്തതിന് ശേഷം നിങ്ങളെ ഇമെയിൽ ഐ ഡി കൂടെ കമന്റ് ചെയ്താൽ നിങ്ങൾക്ക് നോട്ട്സ്, ഇനി PDF ഫോർമാറ്റിലുള്ള നോട്ട്സ് ആണെങ്കിൽ PDF എന്ന് കമന്റ് ചെയ്യുക. നിങ്ങൾക്ക് ഹാൻഡ് റിട്ടൺ നോട്ട്സ് വേണമെങ്കിൽ അതും ഉണ്ട്. അതിന് ഹാൻഡ് റിട്ടൺ നോട്ട്സ് എന്ന് കമന്റ് ചെയ്യുക. അപ്പോൾ എല്ലാവരും നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ്സിൽ രേഖപ്പെടുത്തുക. അതോടൊപ്പം ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളുടെ കൂട്ടുകാർക്ക് ആരെങ്കിലും ഇതുപോലെ പഠിക്കുന്നുണ്ടെങ്കിൽ അവർക്ക് കൂടെ ഷെയർ ചെയ്ത് കൊടുക്കുക. അതേപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്തിട്ട് ബെൽ ബട്ടൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്തിടുക. കാരണം ഞാൻ വീഡിയോ ഇടുന്ന സമയത്ത് തന്നെ നിങ്ങൾക്കും ഇത് കിട്ടും. അപ്പോൾ നിങ്ങളുടെ ടൈം പോകില്ലല്ലോ. നിങ്ങൾക്ക് വേഗം തന്നെ ആ വീഡിയോ ഒന്ന് ജസ്റ്റ് ഒരു റിവിഷൻ ആയിട്ട് വായിച്ചു പോവുക. അപ്പം നിങ്ങൾ കണ്ടുപോകുക. അപ്പം നിങ്ങൾ അതും കൂടെ ഒന്ന് ചെയ്തേക്കുക. എല്ലാവർക്കും നന്ദി. താങ്ക് യു.